കല്ലുകൊണ്ട് നിർമ്മിച്ച ഭീമാകാരമായ ജീവിയുമായി ആദിത്യൻ ധീരമായ പോരാട്ടം നടത്തി. അവൻ്റെ ചെറിയ കയ്യിൽ ഉണ്ടായിരുന്ന ലൂസിഫർ തന്ന താക്കോൽ അവനൊരു ആയുധമായി ഉപയോഗിച്ചു. അവൻ അതിനെ കറക്കി വീശി ആ കൽജന്തുവിൻ്റെ കട്ടിയുള്ള ശരീരത്തിൽ കൊള്ളിക്കാൻ ശ്രമിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, താക്കോലിൽ നിന്ന് ഒരു വെള്ളി വെളിച്ചം പുറത്തു വന്നു. അത് ആ ഭീകരജീവിയുടെ കല്ലിൻ ശരീരത്തെ ദുർബലമാക്കുന്നതായി തോന്നി. കല്ലിൽ നേരിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു. അവസരം കിട്ടിയപ്പോൾ ആദിത്യൻ വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. ആ തിളങ്ങുന്ന സ്ഫടികഗോളം തൻ്റെ കയ്യിലെടുത്തു. അത് തണുത്തതായിരുന്നു. എന്നാൽ അവനൊരു ശക്തമായ ഊർജം അവൻ്റെ ശരീരത്തിലൂടെ ഒഴുകി പരക്കുന്നത് അവൻ അനുഭവിച്ചു. ഒരു നിമിഷം അവൻ ആ ശക്തിയിൽ ലയിച്ചു. പെട്ടെന്ന് ഭയപ്പെടുത്തുന്ന നിഴൽ രൂപം വീണ്ടും ഗുഹയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ ശക്തി മുൻപത്തേക്കാൾ ക്ഷയിച്ചിരുന്നു. ആ ചുവന്ന കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. സ്ഫടികഗോളത്തിൻ്റെ പ്രകാശം അതിനെ ദുർബലനാക്കിയിരുന്നു എന്ന് വ്യക്തമായിരുന്നു. ഇത് നിനക്കുള്ളതല്ല, ആദിത്യൻ തൻ്റെ ചെറിയ ശബ്ദത്തിൽ പോലും ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവൻ ആ സ്ഫടികഗോളം ഉയർത്തിപ്പിടിച്ചപ്പോൾ അതിൽ നിന്ന് ശക്തമായ പ്രകാശത്തിൻ്റെ ഒരു പ്രവാഹമുണ്ടായി. ആ പ്രകാശം നിഴൽ രൂപത്തെ പൂർണ്ണമായും വലയം ചെയ്തു. ഒടുവിൽ അതിനെ ഇല്ലാതാക്കി. ഒരു നേർത്ത പുക പോലെ അത് അന്തരീക്ഷത്തിൽ ലയിച്ചു. മാന്ത്രിക ശക്തി ആ ലോകത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. ആകാശം കൂടുതൽ വർണ്ണാഭമായി. 2 സൂര്യന്മാരും കൂടുതൽ പ്രകാശിക്കാൻ തുടങ്ങി. സംസാരശേഷിയുള്ള പൂക്കൾ സന്തോഷത്തോടെ പാടി. ചിറകുകളുള്ള കുതിരകൾ ആകാശത്തിൽ കൂടുതൽ ഉയരത്തിൽ നൃത്തം ചെയ്തു. മരങ്ങൾ വീണ്ടും പച്ചപ്പ് നിറഞ്ഞതായി. ലൂസിഫർ തിളങ്ങുന്ന ചിറകുകളുമായി ആദിത്യൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ മുഖത്ത് നിറയെ സന്തോഷമായിരുന്നു. നീ അത് ചെയ്തു ആദിത്യൻ. നിന്റെ ധീരതയും നന്മയും ഞങ്ങളുടെ ലോകത്തെ രക്ഷിച്ചു. ആദിത്യന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അപ്പോൾ അവൻ ഈ മാന്ത്രിക ലോകത്തിലെ ഒരു വീരനായിരുന്നു. ലൂസിഫർ ആദിത്യനെ തിരികെ കൊണ്ടുപോയി. അവന് ആദ്യം എത്തിയ ആ പഴയ കസേരയിൽ തന്നെ ഇരുത്തി. ചുറ്റുമുള്ള പുസ്തക ഷെൽഫുകളും പൊടി പിടിച്ച അന്തരീക്ഷവും പഴയതുപോലെ. ലൂസിഫർ പതിയെ മാഞ്ഞുപോയി. ആദിത്യൻ കണ്ണു തുറന്നപ്പോൾ അവൻ അവൻ്റെ സ്വന്തം മുറിയിലായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ സാധാരണ ഇരുണ്ട രാത്രി. നക്ഷത്രങ്ങൾ അകലെ മിന്നുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. അവൻ സംശയത്തോടെ അവൻ്റെ കയ്യിലേക്ക് നോക്കി. അവിടെ ലൂസിഫർ അവന് കൊടുത്ത ആ തിളങ്ങുന്ന താക്കോലുണ്ടായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു. അവൻ പോയ ആ മാന്ത്രിക ലോകം ഒരു മനോഹരമായ ഓർമ്മയായി അവൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. ഒരു നാൾ അവൻ വീണ്ടും അങ്ങോട്ട് പോകുമെന്ന് അവന് ഉറപ്പായിരുന്നു. ആ താക്കോൽ ആ രഹസ്യത്തിലേക്കുള്ള വാതിൽ കാത്തു സൂക്ഷിച്ചു.